നമ്മൾ ഈ ഓച്ചറ ക്ഷേത്രത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഓച്ചറ ക്ഷേത്രം നമ്മളെപ്പോലെ ചിന്തിക്കുന്നവർക്ക് ഒരു സാക്ഷ്യമാണ്. കാരണം അവിടെ ആവശ്യത്തിലധികം സ്വർണം കുന്നുകൂടുന്നില്ല, ഒരു കൽക്കെട്ടുകളില്ല, ഗർഭഗൃഹമില്ല, ശ്രീകോവിലില്ല, അതുപോലെ തന്നെ വ്യാളികളും വാതിലുകളും സ്വർണം പതിച്ച വാതിലുകളും ഒന്നുമില്ല. ശരിക്കും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദേവാലയം എന്ന് വേണമെങ്കിൽ നമുക്ക് അത് പറയാം. അതുകൊണ്ടാണല്ലോ ഓച്ചറ പരദേവർ എന്നാണ് പറയുന്നത്. രണ്ട് ആലിൻ്റെ ചുവട്ടിലും ഏറ്റവും വടക്കുമാറിയ ഉണ്ടിക്കാവിലുമായിട്ടാണ് ഓച്ചിറ ക്ഷേത്രം നിലകൊള്ളുന്നത്. കാരണം അവിടെ രണ്ടാൽത്തറയിലാണ് എല്ലാവിധമായ പൂജകളും നടക്കുന്നത്. മറ്റൊന്ന് ഉണ്ടിക്കാവിൽ നടക്കുന്നു. അവിടെ പ്രസാദമായി കൊടുക്കുന്നത് ഉണ്ടിക്കാവിലെ ചെളിയാണ്. ചെളി പ്രസാദമായി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തിലൊരു മണ്ണുമായി ചേർന്ന് നിൽക്കുന്ന വലിയൊരു നന്മയുണ്ട്. ചെളിയാണ് പ്രസാദം, മണ്ണാണ് പ്രസാദം. അല്ലാതെ അവിടെ കുങ്കുമമോ ചന്ദനമോ ഒന്നുമല്ല കൊടുക്കുന്നത്. അതൊന്ന്. രണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിൽ കേൾക്കുന്നതെല്ലാം ക്ഷേത്രങ്ങളിലെ അപഹരണത്തെക്കുറിച്ചാണ്. അവിടെ അങ്ങനെ അപഹരിക്കാൻ സമ്പത്ത് അവിടെ വന്ന് വീഴുന്ന കാണിക്കയല്ലാതെ അവിടുന്ന് ഒരു തരി സ്വർണം ആർക്കും എടുത്തുകൊണ്ട് പോകാനാകത്തില്ല. കാരണം അവിടെ ഒരു കട്ടിളപ്പാളിയും സ്വർണം കൊണ്ടില്ല. കാരണം കട്ടിളപ്പാളി ഉണ്ടെങ്കിലല്ലേ സ്വർണം വയ്ക്കൂ. മാത്രമല്ല അവിടെ ഒരു കോൺക്രീറ്റ് കെട്ടിടങ്ങളുമില്ല, നാലമ്പലമില്ല, ധ്വജപ്രതിഷ്ഠയില്ല, വാജീവാഹനമില്ല. ഇങ്ങനെ ഇതൊന്നുമില്ല. എല്ലാം പ്രകൃതിയുമായി സമരസപ്പെട്ട് നിൽക്കുന്ന പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതി തന്നെയാണ് അവിടെ ആരാധന. നമ്മൾ പോയി തൊഴുമ്പോൾ ആൽമരത്തെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊഴുന്നത്. രണ്ട് പടിഞ്ഞാറും അതുപോലെ തന്നെ കിഴക്കുമായി ആലിൻ്റെ ചുവട്ടിലാണ് പ്രാർത്ഥന നടക്കുന്നത്. നമ്മൾ അതുമാത്രമല്ല, ശിവൻ്റെ വാഹനം എന്നുള്ള നിലയിൽ കാളയാണ് അവിടെ അലങ്കരിച്ച് നിർത്തിയിരിക്കുകയാണ്. കാളയെ നെറ്റിപ്പട്ടം കെട്ടിയ കാളയെയാണ് നമ്മൾ കാണുന്നത്. അകത്തേക്ക് ആ ആൽത്തറയിലേക്ക് പോകുമ്പോൾ അതിനെ തൊട്ടു തൊഴുതിട്ടാണ് പലരും പോകുന്നത്. കാരണം എന്താ, നമ്മളുടെ വീട്ടിൽ കന്നുകാലികളെ വളർത്തുമ്പോൾ ആ കന്നുകാലികൾക്ക് രോഗബാധ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓച്ചിറയിലേക്കാണ് നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓച്ചിറയിലേക്ക് നേർച്ച പറയുകയും അവിടത്തേക്ക് കാഴ്ചകൾ പറയുകയും ചെയ്താൽ നമ്മളുടെ കന്നുകാലികൾക്ക് കുളമ്പ് ബാധ ഉണ്ടാകില്ല, കുളമ്പ് രോഗം ഉണ്ടാകില്ല, അതിന് അകിട് വീക്കം ഉണ്ടാകില്ല, അതിന് മറ്റു രോഗങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വിശ്വാസമാണ്. അതൊരു വിശ്വാസത്തിൻ്റെ കൂടി ഒരു വിളനിലമാണ് ഓച്ചിറ എന്ന് പറയുന്നത്. പിന്നെ 8 കണ്ട ഉരുളിച്ച എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങ് അവിടെയുണ്ട്. കാരണം എല്ലാ വാദ്യമേളങ്ങളോടും കൂടി ഋഷഭത്തെ, അതായത് ഈ കാളയെ അലങ്കരിച്ച് അതിൻ്റെ പുറകിന് വഴിപാടുകാരായ ഭക്തജനങ്ങളും ചേർന്ന് ആ ക്ഷേത്രത്തിന് വലം വയ്ക്കുകയാണ്. അതായത് ഭൂമിയെ തൊട്ട് സ്പർശിച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മറ്റ് ആഘോഷങ്ങളോ ആചാരങ്ങളോ അല്ലെങ്കിൽ പണച്ചെലവുള്ള മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ എല്ലാവരും ചേർന്ന് അതിനു ചുറ്റും ഒരുമിച്ച് നടക്കുന്നു ഋഷഭവുമായി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇവിടെ അതിൻ്റെ മുൻപിൽ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു കാളയെ നമ്മൾ തൊട്ട് നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണത്. കാരണം അതും നമ്മളോടൊപ്പം ഉള്ളതാണ്, അതിനും ഒരു ജീവനുണ്ട്, അതിന് ഒരു മൂർത്തിമത് ഭാവമുണ്ട് എന്നുള്ള വലിയ ഒരു ചിന്തയോടുകൂടിയാണ് നമ്മളതിനെ സമീപിക്കുന്നത്. ഒരു ആധ്യാത്മികത അവിടെയും കാണുകയാണ്. ഇനി മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു ചെളി പ്രസാദമായി കിട്ടുന്നു എന്ന് പറയുമ്പോൾ മറ്റു പല ക്ഷേത്രങ്ങളിലും ഇലയിൽ വെച്ച് തരുന്നത് കൂടിയ ചന്ദനവും അതുപോലെ തന്നെ മറ്റ് കുങ്കുമവും ഒക്കെയാണ്. ഇവിടെ ചെളി തരുമ്പോൾ അത് മണ്ണ് തന്നെയാണ്. ആ മണ്ണാണ് നമ്മൾ നെറ്റിത്തടത്തിലേക്ക് തൊടുന്നത്. അപ്പം മണ്ണിനെ നെറ്റിത്തടത്തിൽ അല്ലെങ്കിൽ ചെളി നെറ്റിത്തടത്തിൽ തൊടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംസ്കാരം അവിടെ നിന്ന് നമ്മൾ ശീലിക്കുകയാണ്. മണ്ണ് ജീവനാണെന്നും മണ്ണിലാണ് ജീവനുള്ളതെന്നും കണ്ടറിഞ്ഞുകൊണ്ട് ആ മണ്ണ് തന്നെ പ്രസാദമായി മാറുന്നു എന്നുള്ളത് അതിൻ്റെ മറ്റൊരു നന്മയാണ്. പിന്നെ ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വലിയ പവിത്രത എന്ന് പറയുന്നത് നമ്മുടെ ഓണാട്ടുകരയിലെ പടനിലങ്ങളിൽ യുദ്ധക്കളങ്ങളിൽ ഒന്നായിരുന്നു ഓച്ചിറ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ദിനമാസമാകുമ്പോൾ അവിടെ ഇപ്പോഴും ഓച്ചിറക്കളിയുണ്ട്. ആ ഓച്ചിറക്കളി എന്ന് പറയുന്നത് പഴയ പടക്കളത്തിൻ്റെ ഓർമ്മയും പഴയ യുദ്ധസ്മരണകളെ നിലനിർത്തുന്നതിന് വേണ്ടി ഇപ്പോൾ അതിനെ നമ്മൾ അനുകരിക്കുകയാണ്, അതിനെ നമ്മൾ അവിടെ പകർത്തുകയാണ് ചെയ്യുന്നത്. അതിനെ ആ രണസ്മരണകൾ ഉണർത്തുന്ന ഒരു വലിയ ഒരാഘോഷമായിട്ടാണ് ഇപ്പോഴത് കാണുന്നത്. വാളും പരിചയവും ഒക്കെയായി പഴയ രീതിയിൽ തന്നെ നമ്മളത് അവിടെ ആവിഷ്കരിക്കുകയാണ്. അതൊരു ചടങ്ങാണ് അവിടെ നടക്കുന്നത്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് 28ാം ഓണമാണ്. ഇപ്പം കേരളത്തിൽ എല്ലായിടത്തും ഓണം ഒരു ദിവസമേ ഉള്ളൂ. ചിങ്ങമാസത്തിലെ തിരുവോണമാണെങ്കിൽ ഓണാട്ടുകരക്കാർക്ക് 3 ഓണമാണ്. ഒന്ന് പിള്ളേരോണം, ഓണത്തിന് മുമ്പുള്ള പിള്ളേരോണം, അത് കഴിഞ്ഞ് തിരുവോണം, ചിങ്ങമാസത്തിലെ തിരുവോണം, അത് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞുള്ള 28ാം ഓണം. ഈ 28ാം ഓണമാണ് ഓച്ചിറയിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ കാളകെട്ട് നടക്കുന്നത് ഈ 28ാം ഓണത്തിന് ഓച്ചിറയിലാണ്. ആകാശമുട്ടയുള്ള കാളകളെയാണ് കെട്ടുന്നത്. അവിടെ അതൊരു മത്സരമാണ്, കരക്കാർ തമ്മിലുള്ളൊരു മത്സരമാണ്. അപ്പോൾ അങ്ങനെ
സവിശേഷമായ ഒരുപാട് ആചാരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും തരത്തിൽ രോഗമുള്ളവർ ഓച്ചിറ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കാലിന് രോഗമുണ്ട്, അപ്പോൾ അവിടെ അതൊക്കെ നമുക്ക് അത്ഭുതമായി തോന്നും. കാണുന്ന പുതിയൊരാളെ സംബന്ധിച്ചിടത്തോളം യുക്തിയോടുകൂടി ചിന്തിക്കുമ്പോൾ ഇതിനെന്ത് യുക്തി എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. ഇപ്പോൾ കഥയിൽ ചോദ്യമില്ലെന്ന് പറയുന്നത് പോലെ ആധ്യാത്മികതയിൽ ചോദ്യമില്ല, അതൊരു വിശ്വാസമാണ്. അവിടെ കൈ വെച്ചിട്ടുണ്ട്, തടിയിൽ പണിഞ്ഞ കൈ, കാല്, ആൾരൂപം ഒക്കെ വെച്ചിരിക്കുകയാണ്. ഇത് അതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ട് ഈ ആലിൻ്റെ ചുവട്ടിൽ ഈ ഒരു വിഗ്രഹ സങ്കല്പത്തിൽ അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ മുട്ടിൻ്റെ വേദന മാറ്റിത്തരണേ, എൻ്റെ കാലിൻ്റെ വേദന മാറ്റിത്തരണേ. എനിക്ക് ഈ രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ സമ്പ്രദായം കൂടി അവിടെ ഉണ്ട്. അതായത് മനുഷ്യരൂപം അടക്കം മനുഷ്യൻ്റെ ഓരോ ഭാഗങ്ങളും അവിടെ കൊണ്ടുവച്ചിട്ട് ആ ഭാഗത്തിൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് പറയുന്ന ഒരു രോഗനിവാരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന രീതി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കാണുന്ന ഒരു ജീവകാരുണ്യ മനസ്സുള്ള ഒരു ക്ഷേത്രം കൂടിയാണത്. ഇപ്പോഴാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉച്ചയ്ക്ക് ഈ അന്നദാനം എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം, മഹാദാനം എന്നുള്ള രീതിയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനമുണ്ട്. ഇപ്പോൾ ഒരു സപ്താഹം നടന്നാൽ ഈ സപ്താഹത്തിന് ഭാഗവതം വായിച്ച് കേൾക്കുന്നതിന് വളരെ ചുരുങ്ങിയ ആളുകളെ കാണത്തുള്ളൂ. ഒരു പക്ഷേ ഒരു 5-6 പേരെ കാണത്തുള്ളൂ അവിടെ വന്നിരുന്ന് ഭാഗവതം പാരായണം കേൾക്കാൻ. പക്ഷേ ഉച്ച നേരമാകുമ്പോൾ അവിടെ അന്നദാനത്തിന് 10,000-കണക്കിന് ആളുകൾ ഭക്ഷണത്തിനായിട്ട് എത്തിച്ചേരും. ആ രീതിയിലേക്ക് നമ്മുടെ ആധ്യാത്മിക സപ്താഹയജ്ഞങ്ങളൊക്കെ മാറി വരുന്ന ഒരു കാലം കൂടിയാണിത്. പക്ഷേ ഓച്ചിറയിൽ, ഇപ്പോൾ ഓച്ചിറയെക്കുറിച്ച് അങ്ങനെ ഒരു പറച്ചിൽ തന്നെയുണ്ട്, ഓച്ചിറയിൽ പാവങ്ങൾക്ക് എന്ത് കിട്ടും, ഓച്ചിറ കഞ്ഞിയുണ്ട് എന്ന് പറയും. അപ്പോൾ ഓച്ചിറ കഞ്ഞി എന്ന് പറയുന്നത് വളരെ പരമ്പരാഗതമായി എത്രയോ ഈ മറ്റെല്ലായിടത്തും അന്നദാനം എന്ന് പറയുന്ന ഈ ഒരു രീതി തുടങ്ങുന്നതിനും സാമ്പ്രദായികമായി അത് വരുന്നതിനുമൊക്കെ എത്രയോ മുൻപ് മുതൽ തന്നെ ഓച്ചിറയിൽ അത് നിലനിൽക്കുന്നു. ഏറ്റവും കൂടുതൽ അരി, എനിക്ക് തോന്നുവാണ് ഓച്ചിറയിലേക്ക് അന്നദാനത്തിന് കുറച്ച് അരി കൊടുക്കണം എന്ന് തോന്നിയാൽ ലോറി കണക്കിന് അരിയാണ് അവിടെ വരുന്നത്. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അവിടെ തമ്പടിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ യാചകർ, ഇപ്പോൾ മറ്റു പലയിടത്തും ഇപ്പം നമുക്ക് യാചകരെ കാണാനില്ലെങ്കിൽ ഓച്ചിറയിലാണ് ഏറ്റവും കൂടുതൽ യാചകർ ഒരുമിച്ച് തമ്പടിക്കുന്നത്. അവർ അവിടെ താമസിച്ച് അവിടെ ഈ ക്ഷേത്രം കൊണ്ട് ജീവിക്കുകയാണ് അവർ. ക്ഷേത്രമാണ് അവരുടെ വീട്. ആ രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. 3 നേരവും ഭക്ഷണമുണ്ട്. വൈകുന്നേരത്തെ കഞ്ഞിയൂടി കഴിഞ്ഞിട്ടാണ് അവർ വിശ്രമിക്കുന്നത്, അവർ ഉറക്കത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഭക്ഷണം നൽകുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഓച്ചിറ ക്ഷേത്രം. അതൊരു വലിയ ചെറിയ കാര്യമല്ല. 3 നേരവും ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിളമ്പുന്ന ഒരു വലിയ നന്മ അവിടെ നിലനിൽക്കുന്നു. ചെറിയ രീതിയിലല്ല, വളരെ ഇപ്പോൾ അതിൻ്റെ ആ ഊട്ടുപുര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നവീകരിക്കുകയും വെറുതെ ഒരു നേരത്തെ ശാപ്പാട് അല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊടുക്കുന്നു, അത് ആ രീതിയിലല്ല, വളരെ ക്രമീകൃതമായ രീതിയിൽ, വളരെ ചിട്ടയായ രീതിയിൽ, ഭംഗിയായി തന്നെ അതിപ്പോൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഓച്ചിറ അതിനും ഒരു മാതൃകയാണ്. അങ്ങനെ ഒരു ജീവകാരുണ്യ നന്മ കൂടി ഈ ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രാമാണികം. ഇപ്പോൾ അവിടെ ഈ നക്ഷത്ര വൃക്ഷ വനമുണ്ട് ഇപ്പോഴും. അതൊക്കെ ഈ പുതിയ കാലത്തുണ്ടായ ഒരു കാര്യമാണ്. ഇപ്പോൾ 27 നക്ഷത്രങ്ങളോട് ചേർന്ന് ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ വൃക്ഷമുണ്ട്. ആ വൃക്ഷങ്ങൾ അവിടെ പരിപാലിക്കുന്നു. അത് വളരെ കൃത്യമായി തറ കെട്ടി, ശരിക്കും പറഞ്ഞാൽ ഒരു വൃക്ഷങ്ങളുടെ ഒരു മ്യൂസിയം പോലെ തന്നെ അത് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ പുതിയ കാലത്തിന് അനുസൃതമായ ചില കാര്യങ്ങളും അവിടെ നടക്കുന്നു. പിന്നെ വൃശ്ചിക 1 മുതൽ 12 വരെ, വൃശ്ചിക മാസം മുഴുവൻ, അതായത് ഈ മണ്ഡല മകരവിളക്ക് കാലം ഒരുപക്ഷെ ഓച്ചിറയിൽ ശബരിമലയിലെ പോലെ തന്നെ ശബരിമലയിൽ പോകുന്നവർ ഓച്ചിറ പോയി മാലയിടുക, അല്ല ഓച്ചിറയിൽ പോയി ശിവനെ കണ്ടിട്ട് ശബരിമലയിലേക്ക് പോവുക, ഇങ്ങനെ ഓച്ചിറ തൊഴുതിട്ട് പോവുക. ഇത് ഒരു സാമ്പ്രദായിക രീതിയായിരുന്നു. ഇപ്പോഴും അത് നിലനിൽക്കുന്നു. ഏറ്റവും അധികം തിരക്ക് ഓച്ചിറയിൽ 12 ദിവസമാണ്. ഈ വൃശ്ചിക 1 മുതൽ 12 ദിവസം വരെയാണ് ഓച്ചിറയിൽ നമുക്ക് പരസ്പരം മുട്ടാതെ നടക്കാൻ പറ്റില്ല. ഓച്ചിറ പടനിലം പരിപൂർണമായി ആ ഭക്തജനങ്ങളെ കൊണ്ട് നിറയുന്ന ഒരു സമയമാണത്. ഇങ്ങനെ പിന്നെ അതുകൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകൾ. ഇത് ഓണാട്ടുകരയിൽ പെട്ട ക്ഷേത്രമാണല്ലോ. ഓണാട്ടുകരയിൽ ഏറ്റവും അടയാളപ്പെടുത്തപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അവിടെ ഈ ഓച്ചിറയിൽ നിന്ന് കാളകളെയും കൊണ്ട് വീടുകളിലേക്ക് വരും. അത് ഓച്ചിറയിലെ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ ഒരു പ്രഭാവമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചൈതന്യമാണ് ഈ കാളയ്ക്കുള്ളത് എന്ന് കണ്ടിട്ട് നമ്മളുടെ വീടുകളിൽ ഈ കൊയ്ത്ത് കാലത്ത് ഈ കാളയുമായിട്ട് വരുന്നവരുണ്ട്. വന്നു കഴിയുമ്പോൾ അവർക്ക് അവകാശപ്പെട്ടതാണ്. കൊയ്ത് മെതിച്ച് കിട്ടുന്ന കുറച്ച് നെല്ലും കുറച്ച് വൈക്കോലും ഈ കാളയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതുമായി വരുന്ന ആളിന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംതൃപ്തിയോടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇയാൾ വന്നല്ലോ, ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള മനസ്സോടല്ല കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലേക്ക് ഒരു കാണിക്കയായി ഒരു നിറഞ്ഞ മനസ്സോടെ നമ്മൾ അതിനാവശ്യമായ കച്ചിയും വൈക്കോലും ഒപ്പം കുറച്ച്
നെല്ലും കൊടുക്കുകയാണ്. ഇങ്ങനെ ഓച്ചിറയ്ക്ക് മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത, ഒരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു പാരിസ്ഥിതിക നന്മ ഒരുപക്ഷെ ഓച്ചിറയുടെ എടുത്തു പറയേണ്ട ഒരു പ്രാമാണികതയാണ്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ, ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭഗവാനും സ്വർണത്തിൻ്റെ ആവശ്യമില്ല, ഒരു ദേവീദേവന്മാരും സ്വർണം ആഗ്രഹിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പവൻ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു മകളുടെ വിവാഹം കഴിക്കാൻ കഴിയുമല്ലോ എന്ന് വല്ലാതെ വേദനിക്കുന്ന മാതാപിതാക്കളുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ അവിടെ കൊണ്ട് ഭഗവാനും ഒരു ദേവനോ ദേവിക്കോ ഒരു പവൻ കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് തൊട്ട അയൽവക്കത്തെ വീട്ടിൽ കല്യാണം നടക്കാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ ആവശ്യത്തിന് സാമ്പത്തികമില്ലാതെ, സ്വർണം മേടിക്കാൻ പണമില്ലാതെ വിവാഹം മുടങ്ങിപ്പോകുന്ന, വിവാഹം നടത്താൻ സാധിക്കാതെ വരുന്ന ഒരു കുട്ടിയുടെ കല്യാണത്തിന് അല്ലെങ്കിൽ വിവാഹത്തിന് അവിടെ കൊടുക്കുന്ന സ്വർണത്തിൽ ഒരു ഭാഗം ഇവിടെ ആ കുട്ടിയുടെ വിവാഹത്തിന് കൊടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല മനുഷ്യരാകുന്നതും. അതാണ് ദേവനും ദേവിക്കും ഇഷ്ടം എന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അവിടുന്ന് ആർക്കും ഒന്നും എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. കാരണം അവിടെ കൊടിമരമില്ല, കൊടിമരത്തിൻ്റെ മുകളിൽ വാജിവാഹനമില്ല, അവിടെ വ്യാളികളില്ല, തുറക്കാൻ സ്വർണ്ണ വാതിലുകളില്ല, ഇങ്ങനെ യാതൊന്നുമേ അവിടെ ഇല്ലല്ലോ. അവിടെ ഉള്ളതെല്ലാം പ്രകൃതിയാണ്. ഈ മണ്ണും പ്രകൃതിയും ചെളിയും ഈ ആല് അത് തന്നെ ഒരു വലിയ നന്മയല്ലേ. ഒരുപക്ഷെ ഈ ആലെന്ന് പറയുന്നത് ഈ വൃക്ഷങ്ങളുടെ വൃക്ഷമാണ്, രാജാതി വൃക്ഷമാണ് ആല്. ആ ആലിൻ്റെ ഒരു സങ്കല്പം എന്താണ്? ഏറ്റവും കൂടുതൽ പ്രാണവായു പ്രദാനം ചെയ്യുന്ന വൃക്ഷങ്ങളിലൊന്നാണ് ആല്. ഇപ്പം അതുകൊണ്ടാണല്ലോ ക്ഷേത്രങ്ങളോടെല്ലാം ചേർന്ന് ആല് തറകെട്ടി സംരക്ഷിക്കുന്നത്. ഇപ്പം വീട്ടിയോ തേക്കോ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻഗണന നൽകേണ്ട വൃക്ഷങ്ങളാണ്. വലിയ ധനാഗമ മാർഗമാണ്. ഒരു പക്ഷേ 4 തേക്കുള്ളയാൾ ഒരു ധനികനാണ്, പക്ഷേ തേക്കിനാരും തറകെട്ടി സംരക്ഷിക്കാറില്ല. പക്ഷേ നമ്മൾ തേക്കിനാരും പ്രദക്ഷിണം വയ്ക്കാറില്ല, പക്ഷേ ആലിന് പ്രദക്ഷിണം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പൂർവികമായൊരു നന്മയാണ്. നമ്മുടെ പൂർവികന്മാർ, അവർക്ക് അക്കാദമിക് വിവരങ്ങൾ വളരെ കുറവാണ്, പക്ഷേ അവർക്ക് പ്രായോഗികമായ ജ്ഞാനം വളരെ കൂടുതലായിരുന്നു. അരമണിക്കൂർ സമയം 7 പ്രാവശ്യം ഒരാലിന് വലം വയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമായ, ഒരു ദിവസത്തേക്കാവശ്യമായ ശുദ്ധമായ പ്രാണവായു നമുക്ക് ലഭിക്കുകയാണ്. അതായത് ഒരു 10,000 ഓക്സിജൻ സിലിണ്ടറിന് തുല്യമാണ് ഒരാൽമരം. അപ്പോൾ ഓച്ചിറ അങ്ങനെയും ഒരു സവിശേഷ ആൽമരങ്ങളുടെ ചുവട്ടിലാണ് നമ്മൾ ചെന്ന് നിന്ന് കൈകൂപ്പുന്നത്. അവിടെയാണ് ആരാധന നടക്കുന്നത്. ശ്രീബുദ്ധന് ബോധോദയം ഉണ്ടായത് ആൽമര ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. കാരണം അതുകൊണ്ടാണല്ലോ അത് ഒരു ബോധിവൃക്ഷത്തണലിലാണല്ലോ അദ്ദേഹം ഇരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രാമാണികതകൾ ഓച്ചിറയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഓച്ചിറ ക്ഷേത്രങ്ങളിൽ നിന്ന് വേർവിട്ട് നിൽക്കുന്ന ക്ഷേത്രമാണ്. പ്രത്യേകിച്ച് ഓണാട്ടുകരയുടെ ഏറ്റവും വലിയൊരു അടയാളപ്പെടുത്തൽ നടത്തുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രം കേവലമായ പ്രാർത്ഥനയ്ക്കപ്പുറത്ത് അവിടെ ചെന്ന് നിൽക്കുന്നവർക്ക് ശുദ്ധമായ വായു ലഭിക്കുവാൻ, നല്ല പ്രാണവായു ലഭിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു ഇടം കൂടിയാണ് എന്ന് പറയാതെ വയ്യ.